ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. നമ്മളവിടെ എപ്പോഴും മഴയൊന്നും മാറിയിട്ടില്ല കേട്ടോ. പക്ഷെ മഴ കൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ഈ വെള്ളം പൊങ്ങുക അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മഴ പെയ്തിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വെച്ചാൽ വെള്ളം നമുക്ക് മറയില്ലാത്ത കാരണം വെള്ളം നല്ല ചീത്തോലടിച്ചിട്ട് വെള്ളം നല്ല നമ്മൾ അടുപ്പ് നനയും. അപ്പോൾ രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുപ്പ് കത്തിക്കാനായിട്ട്. അപ്പോൾ രാവിലെ എണീറ്റ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ മുറ്റടിക്കാനും പറ്റിയില്ല. അങ്ങനെ അന്ന് കൂലിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചായക്കടി ഉണ്ടാക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മളവിടെ 2 ദിവസമായി കറണ്ട് പോയിട്ട്. ഇവിടെ അല്ല, കുറച്ച് റോട്ടിൻ്റെ ആ സൈഡിൽ ഒരു പോസ്റ്റ് വീണത് കാരണം നമ്മളെവിടേക്കൊന്നും കറണ്ട് ഇല്ല കേട്ടോ 2 ദിവസമായിട്ട്. അപ്പോൾ അത് ഇന്ന് ശരിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാക്കിയാൽ കറണ്ട് വരും. 2 ദിവസമായിട്ട് കറണ്ടൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ റോട്ടിൻ്റെ അവിടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ ഫോണൊക്കെ ചാർജ് ചെയ്തത്. അങ്ങനെ ഞാനിതാ ഇന്ന് അരി വെള്ളത്തിലിട്ടിരുന്നു കറണ്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കറണ്ട് വന്നില്ല. അപ്പോൾ പിന്നെ അരി കൊണ്ടുള്ള ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഗോതമ്പ് കൊണ്ട് നമ്മളിന്ന് കൈപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൈപ്പത്തിരി എന്നും പറയും, അതേപോലെ തന്നെ ഇലയപ്പരത്തി എന്ന് പറയും. അപ്പോൾ അതാണ് ഇന്ന് രാവിലത്തെ ചായക്കടി. എണ്ണ തേച്ചിട്ടുള്ള അങ്ങനെയാണ് കേട്ടോ ഇലയപ്പരത്തി ചുട്ടത്. അതല്ലാതെ നമ്മൾ വെറും ഓട്ടും ചട്ടിയിൽ വെറുതെ ഇട്ടിട്ട് എണ്ണ തേക്കാതെ നമ്മൾ ഇലയപ്പരത്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അങ്ങനെ എണ്ണ തേച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ഞാനും മോളും കൂടി ഇതാ ചായ കുടിക്കണം. ഞാനും മോളും കൂടിയാണ് കേട്ടോ എപ്പോഴും ചായ കുടിക്കാറ്. അച്ഛനും അമ്മയൊക്കെ അവിടെ ഹാളിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞാനും മോളും കൂടി ഇവിടെ ഉമ്മറത്ത് വന്നിരുന്ന് അങ്ങനെ ചായ കുടിക്കാൻ കേട്ടോ. അപ്പം വേണം എനിക്ക്? അപ്പം വേണ ഡാ എന്നാ എന്നാന്നറിയുമ്പോൾ നോക്കൂലേ? ഓടുന്നു തരൂല കൂടോരേഷൻ അപ്പം കൊണ്ടടി ഇതാ മിട്ടുതാ വരുന്നേ. അയ്യോ എൻ്റെ കുട്ടിയുടെ കാലുകൊണ്ട് വയ്യ വച്ചുന്നേ ചാടിക്കരുത്. നിങ്ങൾ എവിടെ പോയാലും എവിടെ ചെന്നിരുന്നാലും അതേപോലെ തന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും നമ്മളെ കൂടെ ഇവനും ഉണ്ടാവട്ടെ. നമ്മളെ വീട്ടിലത്തെ പൂച്ചയാണ്, മിട്ടുപൂച്ച എന്നാണ് കേട്ടോ പേര്. നാടൻ പൂച്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വളർത്തിയതൊന്നുമല്ല, നമ്മളെ വീട്ടിൽ തന്നെ അങ്ങനെ മൂപ്പര് ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങോട്ട് ഇണങ്ങിയ ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. നല്ല ഇണക്കമുള്ള പൂച്ചയാണ്. രാത്രി കിടക്കുമ്പോഴും ഒക്കെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കിടക്കുക. തീരെ പുറത്തേക്ക് അങ്ങനെ പോവാറില്ല. പിന്നെ അതിലിടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ 2 ദിവസം രാത്രി നമ്മളെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിവിടെയൊക്കെ കുറേ തിരഞ്ഞു നോക്കി, പക്ഷെ കണ്ടില്ല. നമ്മൾ മോള് പറഞ്ഞിരുന്നു കുറേ അങ്ങോട്ട് ഇങ്ങനെ പോണത് അവൾ വൈകുന്നേരം കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പകൽ നമ്മൾ വീട്ടിലുണ്ടാവും, രാത്രി ടൈമിലുണ്ടാവില്ല. അങ്ങനെ പിന്നെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. പിന്നെ രാത്രി പകലുണ്ടാവും, രാത്രി സമയത്തുണ്ടാവില്ല. അങ്ങനെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം രാവിലെ വരുമ്പോൾ ഇതേപോലെ കൊക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആരോ എറിഞ്ഞതെന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാൽമ മുറിയായതാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വെച്ച് കൊടുക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഡോക്ടറൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അതാണ് അവൻ ഇങ്ങനെ കൊക്കണത്. പിന്നെ അങ്ങനെ അവിടെ ചായയൊക്കെ കുടിച്ച് അവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് പിന്നെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കി. പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ കടലിൽ ആ കപ്പൽ മറിഞ്ഞത് കാരണം നമ്മളിവിടെ ഒന്നും മീൻ മേടിക്കരുതെന്ന് പറഞ്ഞ കാരണം അങ്ങനെ മീനൊന്നും ഇല്ല കേട്ടോ. മീൻ മേടിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടല്ല, മീൻ കിട്ടാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ അങ്ങാടിയിലൊന്നും മീൻ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ഫുള്ള് പച്ചക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മീൻ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വേഗം കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ വെക്കാനായിട്ട് ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വന്നിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മീനില്ലാത്തതുകൊണ്ട് ചക്കക്കുരും മുരിങ്ങക്കായും കൂടി കറി വയ്ക്കാമെന്നാണ് കേട്ടോ. കറി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ, സജിലേച്ചി എന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഓരും പുറത്ത് പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ തലയിൽ കവറൊക്കെ. അങ്ങനെ വന്ന് വിശേഷമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും കേട്ടോ. ഞാൻ അവരടുക്കളയിലും പോയിരിക്കും, ഇവിടെയും വന്നിരിക്കും കേട്ടോ.
നമ്മൾ അടുക്കള പിന്നെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ കണ്ടിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നല്ല പണിയെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ഇതാ ചക്കക്കുരും മുരിങ്ങക്കായും കൂടിയാണ് ഇന്നത്തെ കറി. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചക്കക്കുരു, അതേപോലെ 2 തക്കാളി, കുറച്ച് പച്ചമുളകും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് എന്താ പറയുക മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഞാൻ അതിലിടയ്ക്ക് തേങ്ങയൊക്കെ ചിരകി, കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അമ്മിമേൽ അരയ്ക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അമ്മിയൊക്കെ കുറേയായി അമ്മിയൊക്കെ ഉപയോഗിച്ചിട്ട്, അപ്പോൾ അങ്ങനെ അമ്മിയൊക്കെ നന്നായിട്ട് കഴുകി നമ്മളിവിടെ വെച്ചിട്ടാണ് കേട്ടോ പാത്രം കഴുകൽ. പുറത്ത് ഇങ്ങനെ പോയി ഇരുന്നിട്ട് പാത്രം കഴുകാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ വെച്ച് കഴുകണത്. അതിലിടയ്ക്ക് കരിയൊക്കെ ഉള്ള വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവച്ച് കഴുകും. അല്ലാത്ത പാത്രങ്ങളൊക്കെ ഞാൻ ഈ അമ്മിത്താരമ വെച്ചിട്ട് അവിടെ നിന്നിട്ടാണ് കേട്ടോ കഴുകൽ. അപ്പോൾ അമ്മി കുറേയായി നമ്മൾ ഉപയോഗിച്ചിട്ട്, അപ്പോൾ നന്നായിട്ട് കമ്പിയും തുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ അരച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ സജ്ജിലേച്ചി കറണ്ടില്ലാത്തതുകൊണ്ട് ഇവിടേക്ക് അരയ്ക്കാൻ വരാൻ വേണ്ടി തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരവൊക്കെ കഴിഞ്ഞ് ഇതാ കറിയൊക്കെ എന്താ പറയുക ചക്കക്കുരൊക്കെ വെന്ത്, അപ്പോൾ തേങ്ങ ഒക്കെ കൂട്ടി കടുകൊക്കെ താളിച്ചിട്ടാ. അങ്ങനെ ഇതാ സജ്ജിലേച്ചി വന്നിട്ട് നമ്മളെ വീട്ടിലിരുന്ന് അരയ്ക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്. അവരെ വീട്ടിലും അമ്മിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക ഇപ്പം മിക്സി ആയ കാരണം ആരും അമ്മിയും അങ്ങനെ ഉപയോഗിക്കലില്ലല്ലോ. അപ്പോൾ ഓരോ അമ്മിത്തരൊക്കെ ഇതേപോലെ അവർക്ക് അടുക്കള ഉണ്ടാക്കാനുള്ള സമയത്ത്, അടുക്കള പണി കഴിഞ്ഞിട്ടൊന്നുമില്ല, പടവൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്ന അമ്മിത്താരൊക്കെ ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് അരക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചോറും കറിയൊക്കെ ആയി. ഞാൻ പിന്നെ കുറച്ച് നേരം അവരെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്, പിന്നെ നമ്മളെ എന്താ പറയുക ഈ കറിയും ചോറൊക്കെ വെന്ത അടുപ്പത്ത് നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ നാളേക്ക് കത്തിക്കാനുള്ള വിറക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാക്ക് വയ്ക്കും കേട്ടോ. ഇങ്ങനെ ഇതിന് നമ്മളിങ്ങനെ വെക്കുന്നതിന് പാക്ക് വയ്ക്കുക എന്നാ പറയുക, ഇങ്ങനെ പാകി വയ്ക്കും. അപ്പോൾ നാളെ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ചെറുതായിട്ടുള്ള നനവേ ഉണ്ടാവുള്ളൂ, എന്നാലും ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഉണങ്ങും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടതിൻ്റെ ശേഷം പിന്നെ മോനെ കളരിക്ക് ചേർത്തിട്ടുണ്ട്. ഇവിടെ ഉള്ള കുറേ കുട്ടികളൊക്കെ കളരിക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവനും പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കളരിക്ക് ചേർത്ത്. അപ്പോൾ ഇന്ന് നല്ല മഴയാണ്, അപ്പോൾ വെറുതെ വീട്ടിലിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും മോളും കൂടി ഏട്ടൻ്റെ കൂടെ പോകുന്നു കേട്ടോ. മറ്റേത് ഏട്ടൻ കൊണ്ടുപോകും, അതല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ കൊണ്ടുപോകും. അവൻ്റെ അച്ഛൻ കൊണ്ടുപോകുമ്പോൾ സൈക്കിളുമ്മേൽ ഏട്ടൻ കൊണ്ടുപോകുക. അപ്പം മഴയായ കാരണം ഏട്ടനാണെന്ന് കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങളെയും വിളിച്ചപ്പോൾ അങ്ങനെ ഞങ്ങളും പോയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ അവൻ്റെ മാഷ്. ഞങ്ങളത് അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഏട്ടൻ. അങ്ങനെ ഏട്ടൻ നോക്കുകയല്ല ഫോണിലേക്ക്, അപ്പോൾ ഞാൻ വിളിച്ചതാണോ നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെയൊക്കെ പോയി കളരിക്കൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.